ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഐശാൽ ഫാഷനിലേക്ക് സ്വാഗതം. ഐശാൽ മാക്സ് എന്ന് പറയാൻ വരികയായിരുന്നു, കാരണം കുറേ ദിവസമായിട്ട് അതിലുള്ള വീഡിയോസ് വരുന്നത്. അപ്പോൾ ഐശാൽ ഫാഷനിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കോട്ടൻ്റെ ഷാളാണ്. 900 രൂപക്ക് 6 ഷാള്. കൊറിയർ ചാർജ് കാര്യങ്ങളും പിന്നെ നമ്മൾ ഈടാക്കണില്ല. അപ്പോൾ ഇതാട്ടോ 900 രൂപക്ക് 6 ഷാളാണ്. നല്ല കോട്ടൻ്റെ ഷാളാണ് കേട്ടോ. നല്ല കോട്ടൺ ഷാളുകളാണ്. ഇതാട്ടോ ചീസ് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുമോ? ഇല്ല, എടുക്കണില്ല. എന്നാൽ പിന്നെ എനിക്ക് തമ്മിലിടാൻ വേറെ ഫോട്ടോ എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് വേഗം വന്നോ. ഇവിടേക്ക് ഇന്ന് മടക്കിക്കോ, മടക്കിക്കോ, ഇപ്പം തന്നെ മടക്കിക്കോ. അപ്പോൾ ഇത് ഡാമേജാടാ. നല്ല നല്ല രസമുള്ളത് നിർത്തുമ്പോഴേക്കാറ് അത് കാണും. പിന്നെ എനിക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വയ്യ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ഇതാക്കണം. അപ്പോൾ ഇതിന് ഏത് ആറണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. 900 ഉറുപ്പ്യ കേട്ടോ. അല്ല, നിങ്ങൾക്ക് ഓരോന്ന് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടും. ഒന്നിന് 160 ഉറുപ്പ്യ. ഓക്കെ, ഓരോന്നോ 2 എണ്ണോ 3 എണ്ണോ 4 എണ്ണോ ഒക്കെ കിട്ടും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ജംബോ മാക്സിൻ്റെ വീഡിയോ അപ്ലോഡ് ആയാലും തുടങ്ങിക്കണു. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്, നമ്മൾ നാളെ ഇത് ഓർഡർ എടുക്കുള്ളൂ കേട്ടോ. ഇന്നത്തെ ടൈം ഇനിയിപ്പോൾ ഇരിക്കാൻ വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ ശാലു ഇത് മടക്കി വെച്ചു അതാട്ടോ. അപ്പോൾ 900 രൂപക്ക് 6 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കൊറിയർ ചാർജ് കാര്യങ്ങളൊന്നും എടുത്തിങ്ങനെ ആവണതാണ്. എടുത്തുകൊണ്ടേ മതി. പണിയെടുക്കാൻ ഭയങ്കര മടി. അപ്പോൾ ഇതാകണോ. ഇനി ഷോള്, ഈ കോട്ടൻ്റെ ഷോള് ഇനി എടുക്കൂല കേട്ടോ. പെരുന്നാൾക്ക് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വേറെ വരുമെന്ന്. വേറെ വരുന്നില്ല, കാരണം ഈ ഒരു പ്രിൻ്റ് തന്നെ ഇനി അവിടെ സ്റ്റോക്ക് ഉള്ളത്. നമ്മളിത് ഷാളിന് പിന്നെ ഓർഡർ കൊടുക്കുമ്പോൾ ഈ സാധനം തന്നെ നമുക്ക് അയച്ചു തരണം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. കണ്ടില്ലേ എന്താണ്. അപ്പോൾ ഈ ഒരു ഷാൾ തന്നെ ഒരു വീണ്ടും നമുക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇങ്ങനത്തെ കോട്ടൻ്റെ ഷാൾ വരില്ല, പുതിയ സ്റ്റോക്ക് ഒന്നും വരില്ല കേട്ടോ. ഇനി ഈ സംഭവം നമ്മൾ നിർത്തി. ഇതാണ്. അപ്പോൾ 160 രൂപക്ക് ആണ് ഒരു പീസ് കിട്ടുക. 900 രൂപക്ക് 6 ഷാൾ കേട്ടോ. ഇതിൽ ഏതാണ്, 1 ആണോ വേണ്ടത്, 2 ആണോ വേണ്ടത്, 3 ആണോ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കുക. അത് നിങ്ങളിഷ്ടം. 6 ഷാൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 960 ഒക്കെ വരും തോന്നണോ, പ്ലസ് കൊറിയർ ചാർജ്. അത് നമ്മൾ 900 ഉറുപ്പ്യക്ക് തരും കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് ഇഷ്ടപ്പെടുന്നു വെച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഇതാട്ടോ എന്താണ്. അപ്പോൾ ഇനി അടുത്തൊരു കളർ വരുന്നത് ഇതാട്ടോ. ഇതിൻ്റെ വേറെ പീസ് എത്തണടാ. ഇതിൻ്റെ വേറെ പീസുകളുണ്ടോ? അത് കഴിഞ്ഞു. ഈ ഷാളാണെങ്കിൽ കോട്ടനാണ്, ചുരിദാർക്ക് പറ്റും. പിന്നെ കണ്ടില്ലേ, നമ്മൾ ഇട്ട ചുരിദാർ അങ്ങനെ ചുരിദാർക്ക് ഇടാം, പർദ്ദയ്ക്ക് ഇടാം, മാക്സിക്ക് വേണമെങ്കിൽ മാക്സിക്ക് പറ്റും. അപ്പോൾ എല്ലാത്തുക്കും പറ്റുന്ന ഒരു ചുരിദാറിൻ്റെ ഷോളാണ് ഇത്. നമ്മൾ 80 രൂപേൻ്റെ ഷോളാണ്. എങ്ങനെയുണ്ട്? എൻ്റെ അടുത്ത് ചുരിദാറുകളുണ്ട്, പക്ഷേ എൻ്റെ ചുരിദാറത്തെ ഷോളുകൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ കൊണ്ട് ചുരിദാർ രസമുണ്ട് ഞാൻ കണ്ടിരിക്കുന്ന കമൻറ്റ്. പക്ഷേ ചുരിദാറുകളുണ്ട്, പക്ഷേ എൻ്റെ ചുരിദാറത്തെ ഷോളേ പെട്ടെന്ന് ഇതാകും. അപ്പം നമ്മൾ ഈ 80 രൂപേൻ്റെ ഷോളുകളുണ്ടല്ലോ, ഇപ്പം 100 രൂപ ആക്കിക്കണം. ഈ 100 രൂപേൻ്റെ ഷോളുകൾ നമ്മൾ എടുത്തു വെച്ചാൽ, ഇപ്പോൾ ഈ ഷോളുകളൊന്നും എടുക്കുമ്പോൾ ഞാൻ കളർ കണ്ട് ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഓരോ ചുരിദാർക്ക് മാച്ചായിട്ടുണ്ട്. ഇത് ഞാൻ ഒരിക്കലും ഇത് ഞാൻ അങ്ങനെ എടുത്തതല്ലല്ലോ. ഇത് ഞാൻ വെറുതെ ഷാൾ കൊണ്ടുവച്ചതായിരുന്നു. ഈ ഒരു കളർ ഇഷ്ടമായപ്പോൾ. അപ്പോൾ നോക്കുമ്പോൾ ചുരിദാർക്കും നമ്മുടെ അടുത്തുള്ള പഴയ ചുരിദാർക്കൊക്കെ മാച്ചാകും.
ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഈ പ്രിന്റ് പോലത്തെ ഇതേപോലത്തെ ഒരു ഷാളായിരുന്നു പല കളറിലുള്ളത് കേട്ടോ. പക്ഷെ ഷോള് പോയപ്പോൾ പിന്നെ ഇടാനൊരു ഭംഗി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, 100 രൂപേൻ്റെ ഷാളുകൾ കാണുമ്പോൾ നമ്മളെ പഴയ ചുരിദാറുകളൊക്കെ ഒന്ന് അൾമറിയിലേക്കൊന്ന് പൊടി തട്ടി ഒക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അതൊക്കെ വേണമെങ്കിൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. ഞാൻ ഇതൊക്കെ ഷാളില്ലാത്തതുകൊണ്ട് ഞാൻ കുറേ കാലം ഇടലില്ല. അപ്പോൾ അതാ പറഞ്ഞത്, ഇങ്ങനത്തെ ഷാളുകളൊക്കെ നമ്മൾ കാണുമ്പോൾ രസം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഷാൾ പുതുക്ക് മാച്ചാകും. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് പറയുന്നത്, ഷോളുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം എടുക്കണം എന്നുള്ളത്. പിന്നെന്താ വെച്ചാൽ നമ്മൾ ഇതൊക്കെ ഈ ഷാളെന്നൊന്നും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഈ കളർ എല്ലാ കളറും എടുത്ത കൂട്ടത്തിൽ ഈ കളർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കളർ ഞാൻ എടുത്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഡ്രസ്സൊക്കെ അത് മാച്ചായിട്ടോ. അപ്പോൾ അതാ പറയുന്നത്, നമ്മൾ കാണുമ്പോൾ ഷാളുകൾ കാണുമ്പോൾ എടുത്ത് വെക്കുക. ചിലപ്പോൾ നമുക്ക് യാദൃശ്ചികമായിട്ട് അതിക്ക് മാക്സികളോ എന്തെങ്കിലും വന്ന് ചേരും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ പഴയ ഏതെങ്കിലും ഡ്രസ്സൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറ്റും. ഇപ്പോൾ 100 രൂപ ആക്കിയപ്പോൾ കുറേ ആൾക്കാർ 80 റുപ്യ ആക്കട്ടെ, ഇനിയൊരു ഡിസ്കൗണ്ട് സെയിലും ഷാളിലില്ല. 80 രൂപൻ്റെ ഷാളിൽ ഡിസ്കൗണ്ട് സെയിൽ ഇല്ല. ഞാൻ നിർത്തി വെച്ചു. ഇത് ഞാൻ നിർത്തിക്കണല്ലോടാ, പാവാണ് എൻ്റെ കുട്ടി, വെറുതെ മടക്കാനൊക്കെ മടക്കിയാക്കട്ടെടാ. ഇന്നൊരു 3 വീഡിയോസ് എടുത്തിട്ടേ 3 വീഡിയോസ് ഇരുന്ന് മടക്കി. ഇപ്പം ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ കടയിലെ. കാരണം പാക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ, അപ്പോൾ ഈ ലീവാക്കുമ്പോൾ സ്റ്റാഫുകൾ ലീവാക്കി കഴിഞ്ഞാൽ നമ്മളെ പാർസൽ എവിടെ എത്തി എന്തായി എന്നുള്ളത് കണ്ടില്ലേ. ഇതൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഒരു വെറൈറ്റിയാണ്, കണ്ടില്ലേ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഈ കളർ ഷോളുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്തോളി, മെസ്സേജ് അയച്ചോളി. നേരത്തെ ഞാൻ കംപ്ലൈൻ്റ് ആയിട്ടേ ഒരു സാധനം വലിച്ചെറിഞ്ഞിരുന്നു, അങ്ങനെ നിങ്ങൾ കണ്ടിരുന്നോന്നറിയില്ല. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് അല്ല ആ സെയിം പീസ് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വേറെ പീസ് ഉണ്ടോ നോക്കിയപ്പോൾ ഇതിലുണ്ട്, കണ്ടില്ലേ. ഇതൊക്കെ ഇട്ടിട്ട് ജംബോ മാക്സി ഇതാക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. കണ്ടില്ലേ, ഇങ്ങനെ മാക്സി ജംബോ മാക്സിക്ക് ഷാൾ കിട്ടൂല ഇതാണ് ഫോട്ടോയിൽ വേറെ അതിൽ തോന്നിയാലും ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ വലിയ മാക്സി ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഷാൾ അങ്ങനെ കിട്ടലാണ്. അതിൻ്റെ മാച്ചിങ് ഒരു കളർ ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാണ് പറഞ്ഞത്, ജംബോ മാക്സിക്ക് നിങ്ങൾ ഷാളില്ലേ വെച്ചുമ്പോൾ ഇങ്ങനത്തെ ഷാളുകൾ എടുത്തിട്ട് നമ്മൾ മാച്ചാക്കാൻ നോക്കുക. ഇതാകണം. ഒരു കോള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, അതാണ്. അപ്പോൾ ഇതാട്ടോ. പിന്നെ കുറേ ആൾക്കാർ ഞാൻ കഴിഞ്ഞ പെരുന്നാൾക്ക് ഒരു ഷോൾ മാക്സി ഇറക്കിയിരുന്നു. അപ്പോൾ കുറേയൊക്കെ സെയിലായി. ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, എന്തോ കാണിക്കാത്ത ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ജംബോ മാക്സി എടുക്കുന്ന ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുമല്ലോ. ഇതാണ് കേട്ടോ ജംബോയിലെ ഷോൾ മാക്സി വന്നിട്ടുള്ളത്. ഷോൾ മാക്സി കണ്ടില്ലേ, ഇതാട്ടോ. ഇത്രക്ക് ഇഞ്ച് 60 ഇഞ്ച് ചെസ്റ്റ് വീതി ഉണ്ട്, 60 ഇഞ്ച് ഹിപ്പ് സൈസ് ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ നമ്മളടുത്ത് അന്ന് അവർ അടിച്ചിൽ കുറച്ച് മിസ്റ്റേക്ക് വന്നു പറഞ്ഞല്ലോ, അപ്പോൾ അത് ഇങ്ങനെ വെച്ചതാണ്. ശരിക്ക് ഇതാട്ടോ ഇതിൻ്റെ ഷോൾ, ശരിക്ക് നോക്കിയോളൂ, ഇതാണ് ഇതിൻ്റെ ഷോൾ. ഇതുമത്തെ പ്രിൻ്റ് തന്നെയാണ് ഈ ഷോളുമിൽ വന്നിട്ടുള്ളത്, കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ കാണിച്ചു തരാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു എന്താണ് ഇത് സെയിലാക്കാത്തത്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ കളർ ചേഞ്ചുകളും ഉണ്ട് നമ്മളടുത്ത്. 4 കളറിലാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ കൊടുത്തിട്ട് ഇതിൽ കാണിക്കേണ്ട ഇതില്ല എന്നാലും പറയണേ. അപ്പോൾ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ ഒരു നെക്ക് ഇത് ശരിക്കും നമുക്ക് 550 റുപ്യ 600 റുപ്യോളം നമുക്കവിടെ അടിക്കാനും അതിനും ഇതിനൊക്കെ പാടിതിന് ചിലവായി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ഇത് വേണ്ടേ, നമ്മൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാട്ടോ ഇങ്ങനെയാണ് വരുന്നത്, ജംബോ വിത്ത് ഷാള്. അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒന്ന് കടയിൽ വന്ന് പോയവരാണ്. രണ്ടാമത്തത് എന്തോ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ അത് നമ്മൾ സെയിലാക്കുക ചോദിച്ചാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കത് സ്റ്റിച്ചിങ് പെർഫെക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കിയാൽ ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് അടിക്കാൻ പഠിക്കണമല്ലോ എന്തോ അടിച്ച പോലെ ഇതിൻ്റെ കണ്ടില്ലേ, നോക്കി
ഇതോ ഇവിടെ ഇങ്ങനെ ഒരു ചുളിവ് വന്നിക്കണം. നമ്മൾ നെക്ക് വെക്കുമ്പോൾ അത് നല്ല ഫിനിഷിങ്ങിലാണ് വരിക. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ഇതാക്കണം, ഇങ്ങനെ ഒരു ചുളിവ് ഇവിടെ കണ്ടില്ലേ. അപ്പം ഇത് ഒരു അയൺ ചെയ്തിട്ടില്ല പറഞ്ഞു. അപ്പോൾ അയൺ ചെയ്താൽ ശരിയാവുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് സെയിലാക്കാത്തത്. ഒരുപാട് ആൾക്കാർ ജംബോ ഫ്രോക്ക് അത് ഒരു 50,000 രൂപേൻ്റെ മെറ്റീരിയൽ ഡിം എന്നാണ് പറഞ്ഞു. അപ്പോൾ ഇനി അയിമ നോക്കിയിട്ട് കാര്യമില്ല വിചാരിച്ചു. ടെൻഷൻ അടിച്ചിട്ട് പോവാനുള്ളതൊക്കെ പോകും, നിൽക്കാനുള്ളതൊക്കെ നിൽക്കും. എന്താ ചെയ്യുക, നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് അത്രയും വീതിക്കുള്ള മെറ്റീരിയൽ ഷാള് ഒക്കെ തിരഞ്ഞ് കണ്ട് പിടിച്ച് അടിച്ച് വന്നപ്പോൾ ഇതാണ്. നമ്മൾ കൂടുതൽ എന്താണ് ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറയില്ലേ, അതിൽ അതാണ് സംഭവിച്ചത് കേട്ടോ. ഇതൊക്കെ നോക്കി നിങ്ങൾ ഷാള് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ച് തന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാരിങ്ങനെ ഈ ഷാളിൻ്റെ വീഡിയോ കാണാൻ അധികം ജംബോ മാക്സി എടുക്കുന്ന ആൾക്കാരാണ് കാണുക. അപ്പോൾ ഓരെനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും, താത്ത ഈ വീഡിയോയിൽ ഇതെന്തേ. ഞാനെന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നമ്മളെ മുകളിലുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ ആൾക്കാരെ കൊണ്ട് ഞാൻ ഫസ്റ്റ് അടുപ്പിച്ചു. അത് നല്ല പെർഫെക്ഷനിൽ നല്ല അടിപൊളിയായിട്ട് നല്ല എന്താ പറയുക നല്ല അടിപൊളിയിൽ ഒരു ചെയ്ത് തന്നു. പക്ഷേ അത് ചെയ്ത് തന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിബുദ്ധി എന്ന് പറഞ്ഞ മാതിരി പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അവിടെ കൊണ്ടുപോയി കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ കൗത്ത് വീനക്ക് ആയിട്ട് പിന്നെ ചുരിദാർ മോഡൽ നെക്ക് പലതും പല വീതിയിൽ പല നീളത്തിൽ ഒക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മൾ ഓരോന്ന് എന്താ വെച്ചാൽ അത്രയും മെറ്റീരിയൽ ഉണ്ട് ഇവിടെ കിടക്കണം ചെയ്തിട്ട്. അപ്പോൾ നമുക്കത് സെയിലാക്കാൻ പറ്റിയിട്ടില്ല പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പെട്ട സാധനം നിങ്ങളെ പെടുത്തണ്ടല്ലോ വിചാരിച്ച്. പിന്നെ ഒരു താത്ത എന്നോട് പറഞ്ഞു കേട്ടോ, എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ താത്ത പറഞ്ഞു, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് എന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ തന്നോളൂ, എനിക്ക് കുഴപ്പമില്ല, പക്ഷേ വീതിയുള്ളൊരു മാക്സി കിട്ടാനാണ്. 60 ചെസ്റ്റ് വീതി വരുന്നുണ്ട്, 60 ലെങ്ത്തും വരുന്നുണ്ട്. പിന്നെ നല്ല നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നല്ല സ്ലീവിൻ്റെ ഇവിടെയൊക്കെ വീതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചാൽ ഒന്നും കൂടി, കാരണം ബാക്കിയുള്ളവരൊക്കെ ക്ഷമിക്കാം, ഞങ്ങൾ ജംബോക്കാർക്ക് കണ്ടില്ലേ കൈയൊക്കെ ഇത്ര നല്ല ലൂസാണ് ഇതാണോ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, എത്ര ആയാലും മടില്ല, തരുമോ ചോദിച്ചു. അപ്പോൾ ഒന്നേ സെയിലാക്കിയിട്ടുള്ളൂ. പിന്നെ എന്നോട് വേറെ ആൾ ചോദിച്ചു ഇതിൻ്റെ ഗ്രീന്, നമ്മളിവിടെ ഇവിടെ ഉള്ള ഒരാളിനോട് ഓർഡർ തന്ന് പോയിട്ടുണ്ടായിരുന്നു ഈ ബ്ലൂ ഒന്ന് നമ്മൾ അടിച്ചപ്പോൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് ഞാൻ ഇതാക്കാത്തത്. പിന്നെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളത് ഒന്ന് റെഡിയാക്കാൻ കൊടുക്കുന്നുണ്ട്. ഇനി ഓർക്ക് കൊടുത്തതിൻ്റെ പുറത്ത് ഇനി നമ്മൾ വേറെയും പൈസ കൊടുത്തിട്ട് അത് റെഡിയാക്കിക്കണം. ആദ്യമൊക്കെ ഒന്ന് അയച്ച് പണിയെടുക്കണം. അപ്പോൾ വീണ്ടും നമുക്ക് സ്റ്റിച്ചിങ്ങിന് റേറ്റ് വരികയാണ്. അപ്പോൾ 900 രൂപക്ക് 6 ഷാള് ഒന്നെടുക്കുകയാണെങ്കിൽ ഇതിന് 170 രൂപയാണ്, 160 രൂപയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ കഴിയാനായിട്ടില്ല, ഇഷ്ടംമാതിരി ഇനി വരാനുണ്ട്. ഇനി 2 വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ പോകുള്ളൂ കേട്ടോ. മെമ്മറി ഫുള്ളാണ്, അതുവരെ ഒരു ദിവസം വീഡിയോ എടുക്കും. ഇതിൻ്റെ വേറെ പീസില്ലടാ അവിടെ, ഇതിൻ്റെ ഇവിടെ കംപ്ലൈൻ്റ് ഉണ്ട്. ഈ ഷോളിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരിക പറഞ്ഞാൽ ഇതിലാണ്. 2 റോസായപ്പോൾ ഏതെടുക്കണമെന്ന് അറിയില്ല. കണ്ടില്ല, ഇതിൻ്റെ ചുരിദാർക്ക് നല്ല മാച്ചാട്ടോ. ആ പച്ച ഒഴിവായാൽ നമ്മൾ കാണാതെ എടുത്ത് വെക്കണം പെട്ടെന്ന്. ഇപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയ മാതിരി. അപ്പോൾ ഇതിൽ ഏത് 6 എടുത്താലും 900 ഉറുപ്പ്യ കേട്ടോ. 960 പ്ലസ് കൊറിയർ ചാർജ് വരുന്നത് വെറും 900 രൂപക്ക് നിങ്ങൾക്ക് 6 ഷാളുമായിട്ട് ഞാൻ കൊറിയർ അയച്ചു തരും. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. ഈ പുതിയ ഫോളോവേഴ്സർ നമ്മളെ ചാനലിലേക്ക് വന്നിട്ടുണ്ടല്ലോ, ഓൾ വിചാരിച്ചു ഇവളെന്താ തീരെ സ്റ്റാൻഡേർഡ് ഇല്ലാതെ എന്നുള്ളത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് ഇതാട്ടോ. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?
എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു പച്ച ഞാൻ എടുത്തുക്കണോ? ഇല്ല. അപ്പോൾ മക്കളെ, ഇതിലൊന്നും കൂടുതൽ പീസുകൾ ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഇവിടെ ഉള്ളതിൽ ഏതെങ്കിലും ഫോട്ടോസ് ആണെങ്കിൽ ചോദിച്ചാൽ നമ്മൾ ഫോട്ടോ സെൻഡ് ചെയ്ത് തരും കേട്ടോ. ഏതെങ്കിലും നിങ്ങൾ ഓർഡർ തന്ന ഷാളുകളിൽ ഏതെങ്കിലും സ്റ്റോക്ക് ഔട്ട് ആയി പോയാൽ, കാരണം എന്താ വെച്ചാൽ ഇത് ഓർഡർ ഇഷ്ടംമാതിരി വരും. പിന്നെ സ്റ്റോക്ക് ഔട്ട് ആയാൽ നമ്മൾ പോകാൻ മടിച്ചിട്ട്, അതായത് ബസ്സിന് പണ്ടത്തെ മാതിരി ഇപ്പോൾ ബസ് കയറി ഇറങ്ങി പോകാൻ വയ്യാത്തതുകൊണ്ട് വണ്ടി ഡ്രൈവറെ വിളിച്ച് പോണേക്കാട്ടിലും ഓരോട് പറയും ഇങ്ങോട്ട് അയച്ചു തരുമോ ചോദിച്ചാൽ നമ്മൾ 250 ഉറുപ്പിക എടുത്ത് ഇവിടുന്ന് ബണ്ടിൽ മേടിച്ചു കൊടുത്താൽ മതി. എത്ര ബണ്ടിലിനാണെന്ന് വെച്ചാൽ ഓരോ ബണ്ടിലിനുള്ള പൈസ കൊടുത്താൽ മതിയല്ലോ വിചാരിച്ചിട്ട് നമ്മളോട് പറയും എടാ കോട്ടൺ ഷാള് വേണം ഇടുക ചോദിച്ചാൽ ഒരു വിട്ട് തരും. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ എടുത്ത് കൊടുക്കുന്ന കളറായിക്കാരം, നമ്മൾ അവിടെ ആകുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെരുന്നാൾ കയ്യോളത്തിന് ഞാൻ ഇനി ഈ കോട്ടൺ ഷാള് പുതിയ സ്റ്റോക്ക് എടുക്കൂല എന്നുള്ളത്. അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ എടുത്തോളൂ. ഇനിയിപ്പോൾ അവിടെ പോകുമ്പോഴല്ലേ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഷാളിനായിട്ട് പോവുക വെച്ചാൽ അത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും. ബൈ. ഏത് 6 എടുത്താലും 960 രൂപ. ഇനി അതല്ല ഇതിലുള്ളത് സ്റ്റോക്ക് ഔട്ട് ആയാലും ഇവിടെ ഏതെങ്കിലും പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസും നമ്മൾ അയച്ചു തരും. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഹൈഷാൽ ഫാഷനിൽ ഉടനെ എത്തുന്നതാണ്. ഓക്കെ, ബൈ.